നമസ്കാരം. അംബാനി കുടുംബത്തിന് കഷ്ടകാലമാണെന്ന് തോന്നുന്നുണ്ട്. അനിൽ അംബാനിയുടെ കുടുംബത്തിൽ CBI റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാരണം ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധമുള്ള കേസിലാണ് റെയ്ഡ് നടന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ SBI ബാങ്കിന് കോടികൾ നഷ്ടമായി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനിൽ അംബാനിയുടെ വസതിയിൽ ദില്ലിയിൽ നിന്നുള്ള CBI ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ SIT സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് J. ചെലമേശ്വർ അധ്യക്ഷനായ 4-അംഗ അന്വേഷണ സംഘത്തെയാണ് സുപ്രീം കോടതി ഇന്ന് നിയമിച്ചത്. ഉടൻ അന്വേഷണം ആരംഭിക്കുകയും സെപ്റ്റംബർ 12-നകം റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിയമവിരുദ്ധമായി മൃഗങ്ങളെ കൈവശം വെച്ചു, തടവിലാക്കിയ മൃഗങ്ങളോട് മോശമായി പെരുമാറി, സാമ്പത്തിക ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് അഭിഭാഷക ജയ സുഗിൻ വൻതാരയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അഭിഭാഷക സമർപ്പിച്ച 2 ഹർജികൾ ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും PB റവാലയും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഹർജികൾ പ്രധാനമായും മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്ന് കോടതിയും പറയുന്നുണ്ട്. നീതി ലഭ്യമാക്കുന്നതിന് ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിടുന്നത് ഉചിതമാണെന്ന് കോടതി പറയുന്നുണ്ട്. ജസ്റ്റിസ് ചെലമേശ്വറിന് കൂടാതെ ഉത്തരാഖണ്ഡ്, തെലങ്കാന ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസ് രാഘവേന്ദ്ര ചൗഹാൻ, മുൻ മുംബൈ പോലീസ് കമ്മീഷണർ ഹേമന്ത് നഗ്രാലെ, കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ IRS അനീഷ് ഗുപ്ത എന്നിവരും SITയിലെ അംഗങ്ങളായിരിക്കുമെന്ന് കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. വൻതാരയിൽ പരിസ്ഥിതി വന്യജീവി സംരക്ഷണ നിയമം ലംഘിക്കുന്നതായി പൊതുതാൽപര്യ ഹർജിയിലാണ് ജസ്റ്റിസ് പങ്കജ് മിത്തൽ, ജസ്റ്റിസ് പ്രസന്ന ഭി വറേല എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. അനിൽ അംബാനിക്കെതിരെ 2 ഹർജികളാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും മൃഗങ്ങളെ നിയമവിരുദ്ധമായി കൈവശം വയ്ക്കൽ, തടവിലുള്ള മൃഗങ്ങളോട് മോശമായി പെരുമാറൽ, സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ വ്യാപകമായ ആരോപണങ്ങൾ വൻതാരയ്ക്കെതിരെ ഉയർന്നിരുന്നു. അതേ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലകങ്ങളുടെ വ്യാപാരം സംബന്ധിച്ച അന്താരാഷ്ട്ര കൺവെൻഷൻ ഇറക്കുമതി, കയറ്റുമതി നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ജീവനുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നപ്പോൾ പാലിക്കേണ്ട നടപടികളുണ്ടോ, അതെല്ലാം പാലിച്ചിട്ടുണ്ടോ, കൃത്യമായ ഓരോ നിയമങ്ങളും പാലിച്ചിട്ടാണോ അംബാനി കുടുംബം ഈ മൃഗങ്ങളെല്ലാം തന്നെ ഇറക്കുമതി കയറ്റുമതി ചെയ്ത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ, അതിന്റെ സംശയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് സുപ്രീം കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചത്. അവരിനി പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്മേൽ തുടർ നടപടികൾ ഇനി അംബാനി കുടുംബത്തിന് നേരെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.